പ്രൈം മിനിസ്റ്റർ നടത്തിയ ഒരു പ്രസ്താവന, അതായത് അദ്ദേഹം ദൈവം പ്രത്യേകം അയച്ചതാണ് അദ്ദേഹത്തെ ഈ ലോകത്തിലേക്ക് എന്നുള്ള പ്രസ്താവന അങ്ങേയറ്റം ആശങ്കാജനകമായിട്ടുള്ള ഒന്നാണ്. പ്രത്യേകിച്ച് അദ്ദേഹം അത്തരമൊരു പ്രസ്താവന നടത്തുന്നതിലൂടെ ഒരു സെൽഫ് പ്രൊക്ലെയിംഡ് ഗോഡ്മാൻ എന്നുള്ള ആൾ ദൈവമായി സ്വയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അദ്ദേഹം. നമ്മുടെ രാജ്യത്ത് പല ആൾദൈവങ്ങളും വന്നിട്ടുള്ളതും ആ ആൾദൈവങ്ങളൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളും അതൊക്കെ തന്നെ നമുക്കറിയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ താൻ എന്ത് ചെയ്താലും അതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം ദൈവത്തിൽ കെട്ടിവെച്ചുകൊണ്ടുള്ള ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒന്നാണിത്. അതുകൊണ്ട് തന്നെ എന്തു വേണമെങ്കിലും ഈ രാജ്യത്ത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായി അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നതോടെ സംഭവിക്കാമെന്നുള്ള ആശങ്ക ഉളവാക്കുന്നതാണ് പ്രധാനമന്ത്രിയുടെ ഇത്തരത്തിലൊരു പ്രസ്താവന, സ്വയം ആൾദൈവമായി പ്രഖ്യാപിക്കുക എന്നുള്ളത്. അത് ഈ രാജ്യത്ത് പ്രത്യേകിച്ച് സ്ത്രീകളെയും ഒക്കെ തന്നെ വളരെ ആശങ്കയിലാഴ്ത്തുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഈ ഒരു രാജ്യത്തിൻ്റെ, ഇന്ത്യ പോലുള്ള ഒരു ലോകോത്തരമായിട്ടുള്ള ഒരു ജനാധിപത്യ രാജ്യത്തിലെ പ്രധാനമന്ത്രി ആ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ സംസാരിക്കുക എന്നുള്ളത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പദത്തിന് തന്നെ അപമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അതാണ് ഈ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ, ഇടതുപക്ഷ പാർട്ടികളൊക്കെ തന്നെ ഇക്കാര്യമാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യം പൂർണ്ണമാകുന്നത് അതിൻ്റെ തെരഞ്ഞെടുപ്പും അത് ഒരു ഫ്രീ ആൻഡ് ഫെയർ തെരഞ്ഞെടുപ്പും അതോടൊപ്പം അതിൻ്റെ ഒരു ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൂടി ഉൾപ്പെടുന്നതാണ് ഈ രാജ്യത്തിൻ്റെ പാർലമെൻ്ററി ഡെമോക്രസി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ വളരെ ക്ലിയറായി ഒരു പക്ഷപാതപരമായ നടപടി സ്വീകരിക്കുക എന്നുള്ളത് പക്ഷപാതപരമായ നടപടി സ്വീകരിക്കുന്നതിനപ്പുറത്തേക്ക് ആർക്കോ കീഴ്പ്പെട്ട് ഭരണത്തിലിരിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് ഗവൺമെൻറ്റിന് കീഴ്പ്പെട്ട് ആ ഗവൺമെൻറ്റിൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് തീരുമാനമെടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇന്ന് രാജ്യത്തിന് മുമ്പിലുള്ളത്. തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെ ഇന്ത്യൻ ജനാധിപത്യത്തിന് മുന്നിൽ വലിയൊരു വെല്ലുവിളിയും ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ തകർച്ചയിലേക്ക് വിരൽ ചൂണ്ടുന്നതുമാണ് ഇത്തരത്തിലുള്ള നടപടികൾ. അല്ല, സ്വാതി മാലിവാളിൻ്റെ കേസ് അത് ഇന്ന് നിയമത്തിൻ്റെ മുമ്പിലാണുള്ളത്. അതുകൊണ്ട് ഇതൊരു ഹൈ പ്രൊഫൈൽ കേസ് എന്നുള്ള രീതിയിൽ അതിനെ കാണുകയും സമയബന്ധിതമായി ഇതിൻ്റെ അന്വേഷണവും ഒക്കെ തന്നെ അവസാനിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ യഥാർത്ഥ വസ്തുത വെളിച്ചത്ത് കൊണ്ടുവരികയും അതുപോലെ തന്നെ നീതി ഉറപ്പാക്കുകയും വേണം. അത് സമയബന്ധിതമായിരിക്കണം, അത് വലിച്ചു നീട്ടാൻ പാടില്ല. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ആരുടെ ഭാഗത്തു നിന്നായാലും അത്തരത്തിൽ ഒരു പരിഗണനകളുമില്ലാതെ നീതി ഉറപ്പാക്കുക എന്നുള്ളത്, സത്യം പുറത്തു കൊണ്ടുവരിക എന്നുള്ളത്, നീതി ഉറപ്പാക്കുക എന്നുള്ളതായിരിക്കണം ഇതിൻ്റെ ഈ അന്വേഷണങ്ങളുടെ ലക്ഷ്യം. അത് സമയബന്ധിതമായിരിക്കണം. ഞാൻ സ്വാതി മാലിവാളിനല്ല ഇന്ന് അതിന് ഇപ്പോൾ പിന്തുണ കൊടുക്കുന്നോ അല്ലെങ്കിൽ പിന്തുണ ഇല്ലാതിരിക്കുന്നുള്ളതെന്നല്ല, ഇന്നത് നിയമത്തിൻ്റെ മുമ്പിലാണ് വിഷയമുള്ളത്. അതിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണം വളരെ കൃത്യമായി സത്യസന്ധമായി എത്രയും വേഗം സമയബന്ധിതമായി അത് അവസാനിപ്പിക്കണം, തീർക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഒരു കാര്യം കൂടെ ഉള്ളത്, ഈ സ്വാതി മാലിവാൾ ഇപ്പോൾ കേജ്രിവാളിന്റെ വീട്ടിൽ വെച്ചുണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത്, പക്ഷേ ഇതിപ്പോൾ ബിജെപിയോ അതല്ലെങ്കിൽ ഭരണകക്ഷിയാണെങ്കിൽ സ്വാഭാവികമായി പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ഇതിലൊക്കെ രംഗത്ത് വരികയുണ്ടായിരുന്നു. ഇതിൽ ഒരൊറ്റ പ്രതിപക്ഷ പാർട്ടിയിൽ കാര്യമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ തുടക്കത്തിൽ ഡൽഹി PCC എന്നൊക്കെ വന്നിരുന്നെങ്കിൽ അത് പിന്നീട് ഉണ്ടായിട്ടില്ല സ്വാതി മാലിവാളിന്റെ വിഷയത്തിൽ. മാത്രമല്ല അവർക്ക് മർദ്ദനമേറ്റെന്നുള്ളത് മെഡിക്കൽ റിപ്പോർട്ട് അടക്കം പുറത്ത് വന്നിട്ടുമുണ്ട്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ആരെങ്കിലും ഇപ്പം ഒരു സൈഡ് പിടിക്കേണ്ട ഒരു വിഷയമല്ല. ഇവിടെ എന്താണ്, ഇതിപ്പം ഇതിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കണം. ആ അന്വേഷണം സുഗമമായി സത്യസന്ധമായി സമയബന്ധിതമായി അവസാനിപ്പിക്കണം. അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അങ്ങനെ നീതി ഉറപ്പാക്കണം. ആര് ഇതിൽ ബാധിക്കപ്പെട്ടിട്ടുണ്ടോ അവർക്കൊക്കെ നീതി ഉറപ്പാകണം, അത് ആർക്കായിരുന്നാലും ശരി. അതുകൊണ്ട് ഇതിനെ ആ രീതിയിൽ കാണണം. അതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ആ രീതിയിൽ സമയബന്ധിതമായി ഈ അന്വേഷണവും അതിൻ്റെ കാര്യങ്ങളെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് നീതി ഉറപ്പാക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റു പരിഗണനകളിലൊന്നും ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടാവാൻ പാടില്ല എന്നുള്ള ശക്തമായ നിലപാടാണ് ദേശീയ മഹിളാ ഫെഡറേഷനുള്ളത്. സോഷ്യൽ മീഡിയ വഴി വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. അത് സ്വാതി മലയാളം തന്നെ ആ വിഷയത്തിൽ അവരുടെ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ഇല്ല, അത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ അതാണ് പറയുന്നത്, മറ്റൊരു പരിഗണനകളും മറ്റൊന്നും തന്നെ ഇതിൻ്റെ അകത്ത് വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അത് ഈ സ്ത്രീ, പ്രത്യേകിച്ച് ഇതിൽ ഒരു സ്ത്രീ ഉൾപ്പെട്ട ഒരു കേസായതുകൊണ്ട്, സ്ത്രീ ഒരു ആരോപണം, ഇത്തരമൊരു കേസ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അവരെ അങ്ങനെ എല്ലാവർക്കും അവർക്ക് ഗ്രീവൻസ് റിഡ്രസൽ എന്നുള്ളത് എല്ലാവരുടെയും അവകാശമാണ്. അതിനപ്പുറത്തേക്ക് അത് നിയമപരമായി നേരിടുക ആരായിരുന്നാലും എന്നുള്ളതിനപ്പുറത്തേക്ക് അതിന് ഈ രീതിയിൽ സ്വഭാവ ഹത്യ നടത്തുക എന്നുള്ളത് ഒരു വിധത്തിലും, അത് ആര് നടത്തിയാലും, അത് ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായാലും മറ്റേത് രാഷ്ട്രീയ പാർട്ടി ആയിരുന്നാലും അത് അംഗീകരിക്കാൻ പറ്റില്ല. എനിക്ക് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ എനിക്ക് അറിയില്ല. ഇതൊരു വിഷയമാണ്. ഒരു സിറ്റിംഗ് എം പി തന്നെ ഇതുപോലുള്ള ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഇത് ആരെങ്കിലും സമ്മർദ്ദത്തിലാക്കുക എന്നതിനപ്പുറത്തേക്ക് ഇതെല്ലാ പാർട്ടികളും ഇത് വളരെ ഗൗരവത്തിലെടുക്കുകയും ഇത്തരമൊരു ആരോപണം സമയബന്ധിതമായുള്ള അന്വേഷണം നടത്തണമെന്ന നിലപാടായിരിക്കണം, സത്യസന്ധമായി ഉള്ള അന്വേഷണമായിരിക്കണം, അതിൽ ഒരു ഇടപെടലുകളോ ഒരു സ്വാധീനമോ ഉണ്ടാകാൻ പാടില്ല എന്ന നിലപാടായിരിക്കണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ്